നമസ്കാരം. ഗാസയിൽ നിന്ന് ഒരു സംഘം കുട്ടികളെ ചികിത്സയ്ക്കായി ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം പുകയുകയാണ്. ഇതിനെതിരെ അവിടുത്തെ പല പാർലമെന്റ് അംഗങ്ങളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 300ഓളം കുട്ടികളെയാണ് ഗാസയിൽ നിന്ന് ഇപ്പോൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടികൾ ആരായിരിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിലെ ഡോക്ടർമാരാണ്. ഈ ഡോക്ടർമാരിൽ പലർക്കും ഹമാസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ആരോപണങ്ങൾ നിരന്തരമായി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ തന്നെ ഹമാസ് പ്രവർത്തകരായിരുന്നോ എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയം ഉയരുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു പ്രശ്നം, ഇവർ ഇവിടെ കുട്ടികളെയും കൊണ്ട് ചികിത്സിക്കാൻ എത്തിയതിനു ശേഷം പിന്നെ മടങ്ങിപ്പോകാൻ സാധ്യതയില്ല എന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. അവർ പറയുന്നത് പിന്നീട് ഇവരുടെ അഭയാർത്ഥികളായി കയറിപ്പറ്റുമെന്നും അങ്ങനെ തീവ്രവാദത്തിന്റെ വിത്തുകൾ ഇവിടെ പാകാൻ ഒരുപക്ഷെ ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അതിന് കാരണമായേക്കുമെന്ന് സംശയിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇതിലെല്ലാത്തിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടനിലെ തന്നെ ആയിരക്കണക്കിന് എന്നല്ല 10,000-കണക്കിന് കുട്ടികളും യുവാക്കളുമാണ് ചികിത്സയ്ക്കായി ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്നത്. പലർക്കും 50 ആഴ്ചയ്ക്ക് ശേഷവും മറ്റുമാണ് അപ്പോയിന്റ്മെന്റ് ഡോക്ടർമാർ ഉറപ്പിച്ചിട്ടുള്ളത്. ആദ്യം തങ്ങളുടെ നാട്ടിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് മതി, ഈ ഗാസയിൽ നിന്നുള്ള കുട്ടികളെ ചികിത്സിച്ചാൽ മതി എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വരുന്നത്. അവർ പറയുന്നത് പല കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ചിലർക്ക് ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ട ആവശ്യം വരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ, സ്വന്തം നാട്ടിലെ കുട്ടികളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ഗാസയിലെ കുട്ടികളെ കൊണ്ടുവന്ന് എന്തിനാണ് ഇവിടെ ചികിത്സിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല അവർ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യം, ഈ 300ഓളം കുട്ടികളെയും അവരുടെ ഒപ്പം അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു തരത്തിൽ ഇവർ അഭയാർത്ഥികളായി മാറാനുള്ള ഒരു സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഇവർക്ക് ഈ ആശുപത്രികളിൽ ഇത്രയും പേരെ ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. കാരണം ബ്രിട്ടനിൽ സർക്കാരിന്റെ കീഴിൽ ധാരാളം ആശുപത്രികളുണ്ട് എങ്കിൽ പോലും എല്ലായിടത്തും ഇത്രയും പേരെ ഒരുമിച്ച് ചേർത്ത് ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ കുട്ടികളെ മാറ്റി നിർത്തുന്നതിൽ ഇപ്പോൾ അവിടെ പ്രതിഷേധമുയരുന്നത്. നേരത്തെ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പോലും 10,000-കണക്കിന് കുട്ടികൾ ഇത്തരത്തിൽ ചികിത്സ കാത്തിരിക്കുന്നത് ശരിയായ നടപടിയല്ല, ഇത് വളരെ ക്രൂരമാണ് എന്നും അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, എന്നിട്ടും ഈ കുട്ടികളുടെ കാര്യത്തിൽ അവരാരും തന്നെ താല്പര്യമെടുക്കുന്നില്ല എന്നുള്ള ഒരു ശക്തമായ വിമർശനമാണ് അവിടുത്തെ ചില സ്വതന്ത്ര എംപിമാരും നടത്തുന്നത്. നേരത്തെയും 2 കുട്ടികളെ ഗാസയിൽ നിന്ന് ഇത്തരത്തിൽ ചികിത്സയ്ക്ക് ലണ്ടനിൽ കൊണ്ടുവന്നിരുന്നു. ഇതിൽ ഒരാൾക്ക് കണ്ണിന്റെ ഗുരുതരമായ രോഗം ബാധിച്ചായിരുന്നു, മറ്റൊരു കുട്ടിക്ക് കുടലിനാണ് അസുഖം ബാധിച്ചിരുന്നത്. അവരുടെ അസുഖമൊക്കെ ഭേദമാക്കി, എന്നാൽ ഇവർ മടങ്ങിപ്പോയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ചികിത്സയുടെ മറവിൽ വൻതോതിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ബ്രിട്ടനും ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാടുകൾ കർശനമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം കൊണ്ടുപോയി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കുന്നതിനെതിരെയും ഒക്കെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ഇവിടെ വന്നിട്ടുള്ള പല കുടിയേറ്റക്കാരും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതികളും കൂടി ആയ സാഹചര്യത്തിൽ ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം വ്യാപകമായിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ 300 കുട്ടികളെയും ഒപ്പം അവരുടെ കുടുംബാംഗങ്ങളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്.